നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായി കളത്തിലിറങ്ങി മുന്നണികൾ. മെയിൽ തിരഞ്ഞെടുപ്പുണ്ടാകുമെന്ന സൂചന വന്നതോടെ നേതാക്കൾക്ക് ചുമതലകൾ നൽകി യുഡിഎഫും എൽഡിഎഫും. യുഡിഎഫിന്റെ പ്രചാരണ ചുമതല എ.പി. അനിൽകുമാറിനും എൽഡിഎഫിന്റേത് എം സ്വരാജിനുമാണ്. ബിജെപിയും വൈകാതെ നേതാക്കൾക്ക് ചുമതല നൽകും. ഉപതെരഞ്ഞെടുപ്പിനായി ഒരുക്കങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയതോടെ മെയ്യിൽ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയാണ്. മെയ് 5-ന് മുമ്പ് പരാതികൾ പരിഹരിച്ച് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. അതേസമയം ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മുന്നണികൾ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എം സ്വരാജിനാണ് എൽഡിഎഫ് തെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. യുഡിഎഫ് ആകട്ടെ ഡിസിസി അധ്യക്ഷൻ വി.എസ്. ജോയിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞെങ്കിലും പ്രചാരണത്തിന്റെ ഏകോപന ചുമതല എ.പി. അനിൽകുമാറിന് നൽകിയിട്ടുണ്ട്. ഇടത് സ്വതന്ത്രനായി പി.വി. അൻവർ ജയിച്ചു കയറിയ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ CPM ടി.കെ. ഹംസയെയും സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ യു ഷറഫ് അലിയെയും പരിഗണിക്കുന്നുണ്ട്. ചില പ്രാദേശിക നേതാക്കളുടെ പേരും പറഞ്ഞു കേൾക്കുന്നു. എന്നാൽ കോൺഗ്രസ് മുമ്പ് മത്സരിച്ച ആര്യാന ഷൗക്കത്തിനോ വി.എസ്. ജോയിക്കോ സീറ്റ് നൽകാനാണ് സാധ്യത. തുടർച്ചയായി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത പി.വി. അൻവറിന്റെ സ്വാധീനം നിർണായകമാകുന്ന ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണിത്. താനിനി നിലമ്പൂരിൽ ജനവിധി തേടില്ലെന്ന് അൻവർ സ്ഥാനമൊഴിഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നുവെങ്കിലും TMCയിൽ ചേർന്ന ശേഷം എന്താണ് നിലപാടെന്ന് വ്യക്തമല്ല. അതേസമയം തന്റെ പിന്തുണ വി.എസ്. ജോയിക്കാണെന്ന് MLA പദവി ഒഴിഞ്ഞ ശേഷം അൻവർ പരസ്യമാക്കിയിട്ടുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കും SDPIക്കും ഏറെ സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഇടതു വലതു മുന്നണികൾക്ക് പരീക്ഷണ ഘട്ടം തന്നെയാകും. BJPയും നിലമ്പൂരിൽ അധികം വൈകാതെ തന്നെ നേതാക്കൾക്ക് പ്രചാരണ ചുമതല നൽകും. അടുത്ത ആഴ്ചയോടെ ഡൽഹിയിൽ തീയതി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ. അമൃത ന്യൂസ്, തിരുവനന്തപുരം.